ഇത് ഇമ്പ്രൂവ്മെൻറ്റ് കൺസംഷനിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രവർത്തനത്തിലല്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ കാണുന്നത് ഒരു ടെററിസമായിട്ടാണ്. മറ്റ് രാജ്യങ്ങൾ പല രീതിയിൽ വേറെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി എന്ന് നോക്കുമ്പം നമുക്ക് പല പ്രഡിക്ഷൻസൊക്കെ പോട്ടെ, അതൊക്കെ വിശ്വാസമായിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുന്ന ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നേറി ഇപ്പം അറിയപ്പെടുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എക്സാക്ട്ലി. അപ്പം നമ്മുടെ യൂത്താണ് നമ്മളുടെ സ്ട്രെങ്ത്. പല രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏജ്ഡ് പീപ്പിളുണ്ട്, ചിലയിടത്ത് യൂത്ത് ഉണ്ട്. സോ ആർ ദി പ്രൊഡക്റ്റീവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് ഒത്തിരി പ്രൊഡക്റ്റീവാണ്. ഈ പ്രൊഡക്റ്റീവും ഏബിളും എഫിഷ്യൻറ്റും ആയിട്ടുള്ള നമ്മുടെ യൂത്ത്, അത് നമ്മുടെ രാജ്യത്തെ പോയിട്ട് പറയാൻ വേണ്ടി പറയുകയല്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പോപ്പുലേഷൻ ഒട്ടും കാലം വിദേശ രാജ്യങ്ങളിൽ പല ഉന്നതമായ റോളുകളും കൈകാര്യം ചെയ്യുന്നവരാണ്. ആ കേപ്പബിലിറ്റി അവർക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയത്. ആ ഓപ്പർച്യൂണിറ്റി അവർ പോയ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു താനും, അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയി. ആൻഡ് ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളും എന്തുകൊണ്ടോ നമ്മളൊരു ഹൈബ്രിഡ് എനർജി ബ്രെയിൻ കിഡ്സാണ് നമ്മളുടെ ജനറേഷൻ കാലങ്ങളായിട്ട്. ഓരോ തലമുറയിലും അതുണ്ടായിരുന്നു. ഇപ്പം എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഭയങ്കര, ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടി ഒത്തുപിടിച്ചാൽ ഇന്ത്യ എവിടെയോ എത്തിക്കും എന്നുള്ളൊരു ലെവലാണ്. സോ ഇറ്റ് ഈസ് എ വേ that they can spoil the country.